ഗുഡ് മോർണിംഗ് ഓൾ. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ മൊഡ്യൂൾ 1 സ്റ്റാർട്ട് ചെയ്യുകയാണ്. ദാറ്റ് ഈസ് മൊഡ്യൂൾ 1 ലെക്ചർ 1. അപ്പോൾ നമ്മൾ മൊഡ്യൂൾ 1ൻ്റെ സിലബസ് ഒന്ന് നോക്കാം. സിലബസ് വരുന്നത് ഇന്നലെ നമ്മൾ വായിച്ചിട്ടുണ്ട്, ഒന്നുകൂടി ഒന്ന് പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ, ഇൻട്രൊഡക്ഷൻ. Role of transportation in the development of a society. Land use transportation interaction, goal, objective and constraints in transportation planning process. Transportation system overview. Transportation issues and challenges. The basic steps in system planning process. ഇത്ര കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കുന്നത്. അതിൽ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് റോൾ ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഇൻ ദി ഡെവലപ്മെൻറ്റ് ഓഫ് എ സൊസൈറ്റി ആൻഡ് ലാൻഡ് യൂസ് ട്രാൻസ്പോർട്ടേഷൻ ഇൻട്രാക്ഷൻ. ഇത്ര കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ഇൻട്രൊഡക്ഷനായിട്ട് വാട്ട് ഈസ് ട്രാൻസ്പോർട്ടേഷൻ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. എന്താണ് ട്രാൻസ്പോർട്ടേഷൻ? അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ മൂവ്മെൻറ്റ് ഓഫ് എനിത്തിങ് ഫ്രം വൺ ലൊക്കേഷൻ ടു അനദർ. അപ്പോൾ ഒരു ലൊക്കേഷനിൽ നിന്ന് വേറൊരു ലൊക്കേഷനിലോട്ട് പാസഞ്ചേഴ്സിനെയോ ഗുഡ്സിനെയോ എന്തിനൊക്കെയാണെങ്കിലും അത് മൂവ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മളെന്ത് പറയുന്നത്? ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത്. What is the basic purpose of a transportation? The basic purpose, it is to provide the efficient access to various activities that satisfy the human needs. എന്ത് ചെയ്യുക? നമ്മളെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ആക്സസിബിലിറ്റി പ്രൊവൈഡ് ചെയ്യുക. നമ്മളെ മനുഷ്യന് ഡിഫറെൻറ്റ് നീഡ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നമുക്ക് ജോലിക്ക് പോകണം. ജോലിക്ക് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ജോലി ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് വേറൊരു സ്ഥലത്തോട്ട് എന്ത് ചെയ്യണം? ജോബിന് പോകണം. അപ്പോൾ അതിൽ നിന്ന് എന്ത് ചെയ്യണം? വി ഹാവ് ടു മൂവ് ഫ്രം വൺ ലൊക്കേഷൻ ടു അനദർ. അല്ലെങ്കിൽ നമുക്ക് ഷോപ്പിങ്ങിന് പോകണം. ഷോപ്പിങ്ങിന് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? വി ഹാവ് ടു ലൊക്കേറ്റ് ഫ്രം വൺ ലൊക്കേഷൻ ടു അനദർ. അപ്പോൾ നമ്മളെ ബേസിക് പർപ്പസ്, നമ്മൾ ഹ്യൂമൻ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ആക്സസിബിലിറ്റി പ്രൊവൈഡ് ചെയ്യാണ് എന്ത്? ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത്. വാട്ട് ഈസ് ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിങ്? ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിങ് ഈസ് എ സയൻസ് that seeks to study the problems that arise in providing transportation facilities to the society and to prepare systematic basis for planning such facilities. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഫെസിലിറ്റിയെ എന്ത് ചെയ്യാം? നമ്മളൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് പ്ലാൻ ചെയ്തെടുക്കുക. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലംസ് ഉണ്ടാവും. ദാറ്റ് ഈസ് കൺജഷൻസ് വരാം, ട്രാഫിക് കൺജഷൻസ് വരാം, ലാക്ക് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് വരാം, ഡിമാൻഡിനനുസരിച്ച് സപ്ലൈ ഉണ്ടാവണമെന്നില്ല. അങ്ങനെ ഡിഫറെൻറ്റ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ ഈ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലംസിനൊക്കെ സൊല്യൂഷൻ കണ്ടെത്തണമെങ്കിൽ വി നീഡ് എ സിസ്റ്റമാറ്റിക് പ്ലാൻ. ഒരു സിസ്റ്റമാറ്റിക് പ്ലാൻ ഇല്ലാതെ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലംസിന് എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്കൊരു സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയില്ല. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിങ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഉള്ള റിസോഴ്സ് വെച്ചിട്ട് എന്ത് ചെയ്യുക? ഒരു ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റത്തിനെ നമ്മൾ അതിൻ്റെ ഫങ്ഷനെ ഒപ്റ്റിമൈസ് ചെയ്യുന്നതാണ് ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിങ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്.
ഇനി റോൾ ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഇൻ ദി ഡെവലപ്മെൻറ്റ് ഓഫ് എ സൊസൈറ്റി. ഇത് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിങ്ങിൽ 2 പഠിച്ചിട്ടുണ്ട്. റോൾ ഓഫ് റെയിൽവേ, റോൾ ഓഫ് റോഡിൻ്റെ ഒക്കെ ഹൈവേ എഞ്ചിനീയറിങ്ങിലൊക്കെ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? റോൾ ഓഫ് ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷനാണ് എന്ത് സൊസൈറ്റീൻ്റെ എല്ലാ ഡെവലപ്മെൻറ്റിനും സഹായിച്ചിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ സെമ്മിലൊക്കെ പറഞ്ഞ പോലെ തന്നെ മനുഷ്യൻ്റെ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെ പെട്ടെന്നുള്ള ഡെവലപ്മെൻറ്റിന് സാധ്യമാക്കിയത് ബൈ ദി ഇൻവെൻഷൻ ഓഫ് വീലിൻ്റെ ഇൻവെൻഷൻ കൊണ്ടാണ്. ഇപ്പോൾ ഇൻവെൻഷൻ ഓഫ് വീൽ എന്താണ് സാധ്യമാക്കിയത്? വീലിൻ്റെ ഇൻവെൻഷൻ സാധ്യമാക്കിയത് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ട്രാൻസ്പോർട്ടേഷൻ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ട്രാൻസ്പോർട്ടേഷനാണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റിനെ ഇത്ര അധികം സഹായിച്ചത്. But transportation is responsible for the development of civilization from very old times, meeting travel requirement of people and transport requirement of goods. Such movement has changed the way of people live and travel. In developed and developing nations, large fraction of people travel daily from work, shopping, social reasons. But transport also consumes a lot of resources like fuel, material, land. അപ്പോൾ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ്റെ ഫസ്റ്റ് റോളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇറ്റ് ഈസ് എക്കണോമിക് റോൾ ഓഫ് ട്രാൻസ്പോർട്ടേഷൻ. അപ്പോൾ എക്കണോമിക് എന്ന് പറഞ്ഞാൽ സാമ്പത്തികപരമായിട്ടുള്ള എങ്ങനെയൊക്കെയാണ് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ എക്കണോമിക്കലായിട്ട് സഹായിക്കുന്നത്, ഇതിൻ്റെ റോൾ എന്തൊക്കെയാണ് വരുന്നത്? ദാറ്റ് ഈസ് എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ, എക്കണോമി എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ എക്കണോമി എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷനൊക്കെ വരുന്നത്. അപ്പോൾ ഗുഡ്സിൻ്റെ പ്രൊഡക്ഷൻ, സർവീസസിൻ്റെ പ്രൊഡക്ഷൻ. അപ്പോൾ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ പ്രൊഡക്ഷനാണ് എക്കണോമിയിൽ വരുന്നത്. അപ്പോൾ ഇറ്റ് ഇൻവോൾവ്സ് ദി പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, കൺസംഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അതാണ് എക്കണോമിയിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ഒരു ലൊക്കേഷനിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസസ് ഇറ്റ് ഹാസ് ടു ബി ട്രാൻസ്പോർട്ട്. എന്നാൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ഇക്കണോമിക് ആക്ടിവിറ്റി നടക്കുന്നുള്ളൂ. പ്രൊഡ്യൂസ് ചെയ്തത് അതിൻ്റെ കൺസ്യൂമറിലോട്ട് എത്തുമ്പോഴേ എന്ത് വരുള്ളൂ? അതിലൊരു വാല്യൂ വരുന്നുള്ളൂ. അപ്പോൾ ഇതിനെന്ത് വേണം? ഒരു പ്രൊഡക്ഷൻ ലൊക്കേഷനിൽ നിന്ന് കൺസ്യൂമറിലോട്ട് എത്തണമെങ്കിൽ ഇറ്റ് ഹാസ് ടു ബി ട്രാൻസ്പോർട്ട്. അപ്പോൾ അവിടെയാണ് എന്ത് വരുന്നത്? ട്രാൻസ്പോർട്ടേഷൻ്റെ റോള് വരുന്നത്. ഇപ്പോൾ ഒരു വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള നാഷന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അതിനൊരു വെൽ ഡെവലപ്ഡ് ട്രാൻസ്പോർട്ടേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാവും. നിങ്ങൾ വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നോക്കുക, യുണൈറ്റഡ് കിങ്ഡം നോക്കുക. അപ്പോൾ ഈ രാജ്യങ്ങൾക്കെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ദർ ഇസ് എ വെൽ ഡെവലപ്ഡ് ട്രാൻസ്പോർട്ടേഷൻ ഇൻഫ്രാസ്ട്രക്ചർ. അപ്പോൾ ഇതെന്താ സാധ്യമാക്കുന്നത്? അത് ഈസി ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അപ്പോൾ ഈ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഈസി ആയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളരെ ചീപ്പ് റേറ്റിൽ നമ്മളെ ഗുഡ്സ് ആൻഡ് സർവീസസ് നമുക്ക് എത്തിക്കാൻ കഴിയും. വളരെ ചീപ്പ് റേറ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമ്മളെ ഗുഡ്സ് ആൻഡ് സർവീസസ് വിൽക്കാൻ പറ്റും. ഇതൊക്കെയാണ് അതിൻ്റെ എക്കണോമിക് റോൾ ഓഫ് ട്രാൻസ്പോർട്ടേഷൻ വരുന്നത്. ദ ടൈം, പ്ലേസ് ആൻഡ് ക്വാളിറ്റി ആൻഡ് യൂട്ടിലിറ്റി ഓഫ് ഗുഡ്സ്. അപ്പോൾ ഒരു ഗുഡ്സിൻ്റെ പ്രൈസ് തീരുമാനിക്കുന്നത് അതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് മാത്രമല്ല. ഒരു സർവീസ് അല്ലെങ്കിൽ ഗുഡ്സിൻ്റെ പ്രൈസ് തീരുമാനിക്കുന്നത് അതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് മാത്രമല്ല, പക്ഷേ എന്തും കൂടിയുണ്ട്? ഇറ്റ്സ് ട്രാൻസ്പോർട്ടേഷൻ ചാർജും കൂടിയുണ്ട്. നമ്മൾ പെട്രോളിൻ്റെ പ്രൈസ് കൂടുന്തോറും എന്ത് സംഭവിക്കാറുണ്ട്? നമ്മൾ ഓരോ നിത്യോപയോഗ സാധനങ്ങളുടെ വില കൂടാറുണ്ട്. എന്തുകൊണ്ടാണ്? ഇറ്റ് ഈസ് ബിക്കോസ് അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് കൂടുന്നത് കൊണ്ടാണ്. അപ്പോൾ ഒരു വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള
ഒരു ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ പ്രൈസസ് ഒക്കെ നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. ഇനി സോഷ്യൽ റോൾ ഓഫ് ട്രാൻസ്പോർട്ടേഷൻ, സൊസൈറ്റൽ റോള്. Transportation has always played an important role in influence the formation of urban societies. Although other facilities like availability of food, water played a major role in the contribution of transportation can be seen clearly from the formation, size and pattern and the development of societies, especially urban areas. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി എന്ത് ചെയ്യാറുണ്ട്, ഒരു അർബൻ ഏരിയ അതിൻ്റെ ഓരങ്ങളിൽ, അതിൻ്റെ സൈഡ്സിലൊക്കെ ഡെവലപ്പ് ചെയ്യാൻ കാരണമാവാറുണ്ട്. ഒരു ഹൈവേ ഡെവലപ്പ് ചെയ്താണ്. ഫോർ എക്സാമ്പിൾ, ഒരു ഹൈവേ ഒരു സ്ഥലത്തിലൂടെ പോയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അതിന് 2 ഭാഗങ്ങളിലായിട്ട് എന്ത് ഡെവലപ്പ് ചെയ്യാറുണ്ട്, ഷോപ്സ് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ഷോപ്സിനനുബന്ധമായിട്ടുള്ള വേറെ ഫെസിലിറ്റീസ് അങ്ങനെ ഡെവലപ്പ് ചെയ്ത് അങ്ങനെ ഒരു അർബൻ ഏരിയ ഡെവലപ്പ് ചെയ്യാറുണ്ട് സാധാരണ. പിന്നെ ഇനി ഗ്രോത്ത് ഓഫ് urban centers. When the cities grows beyond the normal walking distance, the transportation technology plays a role in the formation of the city. For example, many cities in the plains developed as a circular city with radial routes, and cities on the banks of river developed more as linear. The development of automobile and other factors like increase in personal income and construction of paved road networks, the settlement were transformed into urban centers of intense travel activity. അപ്പോൾ സൊസൈറ്റൽ ഡെവലപ്മെൻറ്റിന് സോഷ്യൽ റോൾ എന്ന് പറഞ്ഞാൽ ഇത് മാത്രമല്ല, ഒരു അർബൻ ഫോർമേഷൻ മാത്രമല്ല, സൊസൈറ്റീൻ്റെ ഡിഫറെൻറ്റ് കൾച്ചേഴ്സ് മിങ്കിൾ ചെയ്യാൻ ട്രാൻസ്പോർട്ടേഷൻ എന്താവുന്നുണ്ട്, കാരണമാവുന്നുണ്ട്. നമ്മൾ ഒരു സ്ഥലത്തുനിന്ന് വേറെ സ്ഥലത്തിലോട്ട് യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ കൾച്ചറും കൂടിയാണ്. നമ്മൾ വസ്ത്രധാരണ യാത്ര ചെയ്യുന്നുണ്ട്, നമ്മൾ ഫുഡ് ടേസ്റ്റ് യാത്ര ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള കൾച്ചേഴ്സ്, ആർട്ട് ആൻഡ് കൾച്ചർ എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഈ യാത്രകളിലൂടെ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തോട്ട് യാത്ര ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും എന്താണ്, ഒരു സൊസൈറ്റൽ ഡെവലപ്മെൻറ്റാണ്, സോഷ്യൽ ഡെവലപ്മെൻറ്റാണ്. ഇനി പൊളിറ്റിക്കൽ ചോയ്സ് ഇൻ ട്രാൻസ്പോർട്ട്. ദിസ് ചോയ്സസ് മേ ബി ക്ലാസിഫൈഡ് ആസ് കമ്മ്യൂണിക്കേഷൻ, മിലിറ്ററി മൂവ്മെൻറ്റ്, ട്രാവൽ ഓഫ് പേഴ്സൺ, മൂവ്മെൻറ്റ് ഓഫ് റൈറ്റ്. The primary function of transport is the transfer of messages and information. It is also needed for the rapid movement of troops in case of emergency. The political decision of construction and maintenance of roads has resulted in development of ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം. പൊളിറ്റിക്കൽ റോള് ഇതെല്ലാം നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് 2 പഠിച്ചതാണ്, റോൾ ഓഫ് ട്രാൻസ്പോർട്ടേഷൻ. അപ്പോൾ പൊളിറ്റിക്കൽ റോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് റോളുണ്ട്. അപ്പോൾ ഒരു ഭാഗം, ഒരു രാജ്യം കറക്റ്റായിട്ട് നമുക്ക് അഡ്മിനിസ്റ്റർ ചെയ്യണമെങ്കിൽ എന്ത് വേണം, ഇറ്റ് ഷുഡ് ബി വെൽ കണക്റ്റഡ്. അപ്പോൾ റോഡായിട്ട് അല്ലെങ്കിൽ റെയിലായിട്ട് വെൽ കണക്റ്റഡ് ആയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിൽ ഓരോ സ്ഥലത്തോട്ട് ആക്സസിബിലിറ്റി ഉണ്ടാവുള്ളൂ. ഓരോ സ്ഥലത്തോട്ടും ആക്സസിബിലിറ്റി ഉണ്ടായാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു ഭാഗങ്ങൾ നമുക്ക് വളരെ കൃത്യമായിട്ട് അഡ്മിനിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി മിലിറ്ററി മൂവ്മെൻറ്റിന്, ഈസി മിലിറ്ററി മൂവ്മെൻറ്റിന് എന്ത് ആവശ്യമുണ്ട്, നമുക്ക് വളരെ വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ആവശ്യമുണ്ട്. ഇനി എൻവിയോൺമെൻറ്റൽ റോൾ എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ ഹാസ് എ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഓൺ എൻവിയോൺമെൻറ്റ്. എങ്ങനെയൊക്കെ വരുന്നുണ്ട്, നമ്മൾ എയർ പൊല്യൂഷൻ, ട്രാൻസ്പോർട്ടേഷൻ കൊണ്ട് എയർ പൊല്യൂഷൻ. നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഗ്യാസ്ലൈൻ എൻജിൻസാണ്. അതിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ്, H2S, സൾഫേറ്റ്സ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗ്യാസസ് പുറന്തള്ളുന്നുണ്ട്. അപ്പോൾ ഇത് എന്ത് കാരണമാകുന്നുണ്ട്, എൻവിയോൺമെൻറ്റൽ എയർ പൊല്യൂഷൻ കാരണമാകുന്നുണ്ട്. എയർ പൊല്യൂഷൻ കൊണ്ട് അത് മാത്രമല്ല, നമ്മളെ ക്ലൈമറ്റിക് ചേഞ്ച് കാരണമാകുന്നുണ്ട്.
അപ്പോൾ ഇതൊക്കെ എന്താണ് ട്രാൻസ്പോർട്ടേഷൻസിൻ്റെ നെഗറ്റീവ് ഇമ്പാക്റ്റാണ്. അതുകൊണ്ടാണ് ഒരു ട്രാൻസ്ഫോർമേഷൻ വരുന്നത് ഗ്യാസ്ലൈൻ എഞ്ചിനിൽ നിന്ന് ഇപ്പോൾ ഇലക്ട്രിക് വെഹിക്കിളിലോട്ടൊരു ട്രാൻസ്ഫോർമേഷൻ ഇപ്പോൾ വരുന്നത് എന്താണ് ഈ ഒരു എയർ പൊല്യൂഷൻ കൊണ്ടാണ്. പിന്നെ നോയ്സ് പൊല്യൂഷൻ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റാണ്. Noise pollution. Sound acoustics energy released into atmosphere by vibrating or moving body, whereas noise is unwanted sound produced. നോയ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഇറ്റ് ഈസ് അൺവാണ്ടഡ്, നമുക്ക് ആവശ്യമില്ലാത്ത, നമ്മൾ അലോസരപ്പെടുത്തുന്ന സൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇറ്റ് ഈസ് ദ നോയ്സ്. അപ്പോൾ ഇറ്റ് കോൺട്രിബ്യൂട്ട് നോയ്സ് പൊല്യൂഷൻ എസ്പെഷ്യലി ഇൻ അർബൻ ഏരിയാസിലൊക്കെ പോയ ഹോണിൻ്റെ ശബ്ദങ്ങളുണ്ട്, വാഹനം പോകുന്നതിൻ്റെ ശബ്ദങ്ങൾ, ഇതൊക്കെ നമുക്ക് അലോസരപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഇറ്റ് ക്രിയേറ്റ് നോയ്സ് പൊല്യൂഷൻ. ഇനി എനർജി കൺസംഷൻ. ട്രാൻസ്പോർട്ടേഷൻ നെറ്റ്വർക്ക് ഇറ്റ് കൺസ്യൂം മോർ ദാൻ ഹാഫ് ഓഫ് ദി പെട്രോളിയം പ്രൊഡക്ട്സ്. പെട്രോളിയം പ്രൊഡക്ട്സിൻ്റെ ഹാഫ് കൺസ്യൂം ചെയ്യുന്നത് ട്രാൻസ്പോർട്ടേഷനാണ്. ഇനി സേഫ്റ്റി വരുന്നുണ്ട്. ആക്സിഡൻസ് ഒക്കെ വന്നിട്ട് പണ്ടത്തെ കാലത്തിനേക്കാളും ഇപ്പോൾ മോട്ടറൈസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ കൊണ്ട് ആക്സിഡൻറ്റ് കൂടുതലാണ്. However, this has few positive impacts. Shift to public transportation system, a search of energy efficient engines and alternative fuels. ഇനി അതർ ഇമ്പാക്ട്സ് എന്ന് പറഞ്ഞാൽ almost all cities use 20-30% of its land in transportation facilities. ലാൻഡ് കൂടുതലായിട്ട് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. Increased travel requirement also require additional land for the transportation facilities. A good transportation system take considerable amount of land from the society. അപ്പോൾ ഒരു നല്ല ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ആണെങ്കിൽ നമുക്ക് എന്താ ആവശ്യമുണ്ട്, കൂടുതൽ ലാൻഡ് കൺസ്യൂം ചെയ്യേണ്ട ആവശ്യങ്ങൾ വരും. പിന്നെ എസ്തെറ്റിക്സ് ഓഫ് എ റീജിയൻ, ഇറ്റ് ആൾസോ എഫക്റ്റഡ് ബൈ ദി ട്രാൻസ്പോർട്ടേഷൻ. റോഡ് നെറ്റ്വർക്ക് ഇൻ quiet countryside are visual intrusion. Similarly, the transportation facilities like flyovers are again visual intrusion in the urban context. ഒരു വളരെ ക്വയറ്റ് ആയിട്ടുള്ള റൂറൽ ഏരിയയിലൊക്കെ റോഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ വിഷ്വൽ ഇൻട്രൂഷനാണ്. അപ്പോൾ ഇസ്തെറ്റിക്സ് ആയിട്ട് എന്ത് വരാറുണ്ട്, അതിന് ഇമ്പാക്റ്റ് ഉണ്ട്. പിന്നെ സോഷ്യൽ ലൈഫ് ആൻഡ് സോഷ്യൽ പാറ്റേൺ ഓഫ് എ കമ്മ്യൂണിറ്റി is severely affected after the introduction of some transportation facilities. Social activities in changes വരുത്താറുണ്ട്. Construction of new transportation facilities often require substantial relocation of residents and employment opportunities. Relocation ആവുന്നുണ്ട്. ഈ ഫെസിലിറ്റീസ് വരുമ്പോൾ അവിടെയുള്ള ആളുകളെ റിലൊക്കേറ്റ് ചെയ്യേണ്ട ആവശ്യങ്ങൾ, ഇതൊക്കെ എന്താണ് അതർ ഇമ്പാക്ട്സ് ആയിട്ടാണ് വരുന്നത്. ഇനി ലാൻഡ് യൂസ് ട്രാൻസ്പോർട്ട് ഇൻട്രാക്ഷൻ. അപ്പോൾ നമുക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലാൻഡ് യൂസ് ആൻഡ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു മ്യൂച്വലി ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സാണ്. അപ്പോൾ ലാൻഡ് യൂസ് ആൻഡ് ട്രാൻസ്പോർട്ട് മ്യൂച്വലി ഡിപ്പെൻഡൻ്റ് ആണ്. So, in 1954, Mitchell and Rampkin made a statement that urban traffic was a function of land use and vice versa. അപ്പോൾ അർബൻ ട്രാഫിക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് എ ഫങ്ഷൻ ഓഫ് ലാൻഡ് യൂസ് ആണ്. ബിഫോർ ദിസ് the transportation planning was limited to the measurement of traffic using streets, identifying those sections where traffic had exceeded the capacity and undertaking improvement measures to relieve the congestion and bottleneck in the crux of transportation. This actually supplied only short-term palliatives to deal with the transportation malady. This approach is now virtually abandoned. Mitchell and Rampkin observed that land use generate different amounts and kinds of traffic and concluded that the most basic level of action for a long-term solution of the traffic problem is planning, guidance and control the pattern of land use. അപ്പോൾ ലാൻഡ് യൂസ് എന്ന് പറഞ്ഞാൽ
ഇറ്റ് ഈസ് ദ പാറ്റേൺ ഓഫ് ലാൻഡ് യൂസ് ഇൻ എൻ ഏരിയ. ലാൻഡ് യൂസ് ഏത് തരത്തിലാണ് ആ ലാൻഡ് നമ്മൾ ഉപയോഗിക്കുന്നത്. റെസിഡൻഷ്യൽ പർപ്പസിനാവാം, കമേഴ്ഷ്യൽ പർപ്പസിനാവാം, ഇൻഡസ്ട്രിയൽ പർപ്പസിനാവാം. അങ്ങനെ ഡിഫറെൻറ്റ് പർപ്പസിന് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ലാൻഡ് ഉപയോഗിക്കാറുണ്ട്. ആ ഒരു ടേമിനാണ് നമ്മൾ ലാൻഡ് യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലാൻഡ് യൂസ്, ഫോർ എക്സാമ്പിൾ ഒരു സ്ഥലത്തിൽ ഒരു ഇൻഡസ്ട്രി വന്നു. ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു ഇൻഡസ്ട്രി വന്നു. അപ്പോൾ ഈ ഇൻഡസ്ട്രി വന്നാൽ എന്ത് സംഭവിക്കും, ഇതിലോട്ട് കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്. അപ്പോൾ ഇതിലോട്ട് കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ ആളുകൾ കൂടുതലായിട്ട് എന്ത് ചെയ്യും, ഇവിടോട്ട് യാത്ര ചെയ്യും, ജോലിക്കും വേണ്ടി ഇവിടോട്ട് പോകും. അപ്പോൾ ഇവിടെ ഒരു ട്രാൻസ്പോർട്ടേഷൻ ഡിമാൻഡ് ഉണ്ടായോ. അപ്പോൾ ഇവരൊരു ലാൻഡ് യൂസ് ഡെവലപ്മെൻറ്റ് വന്നതുകൊണ്ട് എന്ത് സംഭവിച്ചു, ഇവിടെ ഒരു ട്രാൻസ്പോർട്ടേഷൻ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് എന്ത് വരുന്നത്, അതിൻ്റെ ഡിപ്പെൻഡൻസി വരുന്നത്. ഇനി ഫോർ എക്സാമ്പിൾ ഇനി വേറൊരു ഡിപ്പെൻഡൻസി പറയുകയാണെങ്കിൽ, ഇവരൊരു ഹൈവേ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഒരു നാഷണൽ ഹൈവേ ഒരു ഭാഗത്തിലൂടെ പോകുന്നുണ്ട്. അപ്പോൾ ഇവർ ഹൈവേ ഡെവലപ്പ് ചെയ്യാൻ എന്ത് സംഭവിക്കും, ആളുകൾ ഇവിടെ എല്ലാം ഓരോ കമേഴ്ഷ്യൽ ഷോപ്സ് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ അരികിൽ ഇങ്ങനെ ഷോപ്സ് ഡെവലപ്പ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഇവിടെയുള്ള ഏരിയകൾ അതിനനുസരിച്ച് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി കൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഇവിടുത്തെ ലാൻഡ് എല്ലാം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതും നമുക്ക് എന്താ പറയാം, ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ലാൻഡ് യൂസേഴ്സ് മ്യൂച്വൽ ഡിപ്പെൻഡൻറ്റ് ഫാക്ടേഴ്സ്. ഈ ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് പറയുന്നത് ഈ ലാൻഡിൻ്റെ ഡെവലപ്മെൻറ്റ് കൊണ്ടാണ് ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്, ട്രാൻസ്പോർട്ടേഷൻ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെയുള്ള ട്രാൻസ്പോർട്ടേഷൻ ഡിമാൻഡ് കൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇവിടുത്തെ ലാൻഡ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇവിടുത്തെ കുറേ ടൗൺസൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും ഹൈവേൻ്റെ ഓരങ്ങളിലാണ്. അത് ഹൈവേ ഉണ്ടായത് കൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അവിടെ ഒരു ടൗൺസൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷനും അതുപോലെ തന്നെ ലാൻഡ് യൂസ് എന്താണ്, മ്യൂച്വൽ ഡിപ്പെൻഡൻറ്റ് ഫങ്ഷൻസ് ഫാക്ടേഴ്സാണ്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ഡിമാൻഡ് ആൻഡ് ലാൻഡ് യൂസ് പാറ്റേൺസ്. Land use is a word used to describe what use a particular parcel of land is being used. For example, land use could be commercial, residential, agricultural, industrial of an area are integrally connected. അപ്പോൾ ലാൻഡ് യൂസും ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻറ്റഗ്രലി റിലേറ്റഡ് ആണ്, ഇൻറ്റഗ്രലി കണക്റ്റഡ് ആണ്. ഫോർ എക്സാമ്പിൾ, ഇഫ് പീപ്പിൾസ് ഹോംസ് ആർ ലൊക്കേറ്റഡ് ഇൻ ദി സബബ്സ് ആൻഡ് ഓഫീസസ് ആർ ലൊക്കേറ്റഡ് ഇൻ ദി സിറ്റി സെൻറ്റേഴ്സ്, then one can expect a lot of demand on the arterial which links the city centers to the suburbs. Land use of a particular parcel of land is impacted by the transportation facilities in around the parcel. The facilities in turn impacted by the requirement. The interplay leads to unique situation where land use impact demand, which in turn impact land use, and cycle continues. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട, ആകത്തുക മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ലാൻഡ് യൂസ് ഇമ്പാക്ട് ദി ഡിമാൻഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ഇൻ ടേൺ ആ ഡിമാൻഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഇൻ ടേൺ ഇമ്പാക്ട് ദി ലാൻഡ് യൂസ് ആൻഡ് ദ സൈക്കിൾ കണ്ടിന്യൂസ്. അപ്പോൾ ലാൻഡ് യൂസ് എന്തിനേയും ട്രാൻസ്പോർട്ടേഷന് കൂടുതൽ ട്രാൻസ്പോർട്ടേഷന് ഉണ്ടാക്കും. അപ്പോൾ കൂടുതൽ ട്രാൻസ്പോർട്ടേഷൻ വരുമ്പോൾ ആ ലാൻഡ് എന്തെയും കൂടുതലായിട്ട് വേറെ രീതിയിൽ യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതൊരു സൈക്കിളായിട്ടാണ് ഇത് വരുന്നത്. ഇനി ചേഞ്ച് ഇൻ ലാൻഡ് യൂസ് പാറ്റേൺ വിച്ച് മേക്ക് ചേഞ്ച് ഇൻ ട്രിപ്പ് മേക്കിംഗ് ആൻഡ് ചേഞ്ച് ഇൻ ട്രാഫിക് വോളിയം ഇറ്റ് മേ ലീഡ് ടു, ആൻഡ് ദർ വിൽ ബി എ നീഡ് ഫോർ ദി മോഡിഫൈങ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഇൻഫ്രാസ്ട്രക്ചർ. വോളിയൊക്കെ കൂടുമ്പോൾ, കൂടുതൽ ട്രാഫിക് വരുമ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ എന്ത് ചെയ്യണം, മോഡിഫൈ ചെയ്യേണ്ട ആവശ്യം വരും. Modification in the transportation infrastructure changes the accessibility to the land parcel. അതിൻ്റെ ആക്സസിബിലിറ്റി എന്ത് വരും, ചേഞ്ചസ് വരുത്തും. അങ്ങനെ ആക്സസിബിലിറ്റി ചേഞ്ചസ് വരുത്തിയാൽ there will be a change in the land use pattern. ഇതാണ് അതിൻ്റെ ലാൻഡ് യൂസും
അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ തമ്മിലുള്ള സൈക്ലിക് റിലേഷൻ വരുന്നത്. അപ്പോൾ ഇതും കൂടി നിങ്ങൾ എന്ത് ചെയ്യാം, മനസ്സിലാക്കി വെക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ഇത്ര കാര്യങ്ങളെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച ആകത്തുക ഇത്രയേ ഉള്ളൂ. ട്രാൻസ്പോർട്ടേഷന് 3 തരത്തിലുള്ള റോൾസ് ഉണ്ട്. എക്കണോമിക് ഉണ്ട്, പൊളിറ്റിക്കൽ ഉണ്ട്, അതുപോലെ തന്നെ സോഷ്യൽ റോളുണ്ട്. എക്കണോമിക് റോൾ എന്ന് പറഞ്ഞാൽ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, ഇതിനെല്ലാം പ്രൈസൊക്കെ തീരുമാനിക്കുന്നത് എന്താണ്, ഇറ്റ് ഈസ് ബൈ ട്രാൻസ്പോർട്ടേഷനാണ്. ഇനി സോഷ്യൽ റോൾ എന്ന് പറഞ്ഞാൽ കൾച്ചറൽ മിംഗ്ലിംഗ്, അതുപോലെ തന്നെ കൾച്ചറൽ ട്രാൻസ്പോർട്ടേഷൻ, ഇതെല്ലാം സാധ്യമാകുന്നത് യൂസിങ് ട്രാൻസ്പോർട്ടേഷനാണ്. അർബൻ സെറ്റിൽമെൻറ്റ് ഇതെല്ലാം സാധ്യമാക്കിയത് യൂസിങ് ട്രാൻസ്പോർട്ടേഷനാണ്. ഇനി പൊളിറ്റിക്കൽ എന്ന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേഷൻ, മിലിറ്ററി പർപ്പസിനെല്ലാം ട്രാൻസ്പോർട്ടേഷന് വ്യക്തമായിട്ടുള്ള റോൾസ് ഉണ്ട്. പിന്നെ നമ്മൾ പഠിച്ചത് ലാൻഡ് യൂസ് ട്രാൻസ്പോർട്ടേഷൻ ഇൻറ്ററാക്ഷനാണ്. അപ്പോൾ ലാൻഡ് യൂസും ട്രാൻസ്പോർട്ടേഷനും ഇറ്റ് ഈസ് മ്യൂച്വലി ഇൻറ്റഗ്രേറ്റഡ് ആണ്. അപ്പോൾ ലാൻഡ് യൂസിൽ എന്തെങ്കിലും മാറ്റം വന്നാൽ ട്രാൻസ്പോർട്ടേഷനും മാറ്റം വരും. അപ്പോൾ ട്രാൻസ്പോർട്ടേഷനും മാറ്റം വന്നാൽ ലാൻഡ് യൂസിനും മാറ്റം വരും. ഇതൊരു സൈക്ലിക് റിലേഷനാണ്. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.